വയനാട് മുള്ളൻകൊല്ലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിൽ കയ്യാങ്കളി. DCC പ്രസിഡന്റ് ND അപ്പച്ചനും പ്രാദേശിക നേതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സംഘർഷത്തെ തുടർന്ന് സെമിനാർ നടത്താനായില്ല. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ആഷിഖ്, ഇപ്പോൾ DCC പ്രസിഡന്റും പ്രാദേശിക നേതാക്കളും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്ന സാഹചര്യം എന്തായിരുന്നു? ആരൊക്കെ തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്? വയനാട് മുള്ളൻകൊല്ലിയിൽ കാലങ്ങളായി കോൺഗ്രസിനുള്ളിൽ സംഘർഷങ്ങൾ സജീവമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ DCC അടക്കം പരാതി നൽകിയിരുന്നു. അത് 80ഓളം പേര് അടക്കം ഒപ്പിട്ട് നൽകിയ പരാതി അടക്കം DCCക്ക് മുമ്പിലാണ്. അങ്ങനെ വലിയ രീതിയിൽ സംഘടനാ പ്രശ്നങ്ങൾ നേരിടുന്നു. പ്രത്യേകിച്ച് മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണമെന്നാണ് അവർ പ്രധാനമായും ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷിനു തോമസിനെ മാറ്റണം. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഇത്തരത്തിൽ ക്വാറി മാഫിയിൽ നിന്നകം പണം വാങ്ങിയിട്ടുണ്ട്, പിന്നെ പാർട്ടി വിരുദ്ധമായ പല നടപടികളും ചെയ്തു എന്ന ആരോപണം ഈ മുള്ളൻകൊല്ലി കോൺഗ്രസ് നിലനിൽക്കുകയും വലിയ രീതിയിൽ പരാതി പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്യാൻ DCC അടക്കം യോഗം ചേർന്ന് പ്രശ്ന പരിഹാരം ആകാതെ നിന്നൊരു സംഭവമാണ്. അതിലാണ് വീണ്ടും പ്രദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വികസന യോഗം അവിടെ മുള്ളൻകൊല്ലി. വയനാട് മുള്ളൻകൊല്ലി വികസന സമിതി യോഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വികസന സെമിനാറിലാണ് കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത്. DCC പ്രസിഡന്റ് ND അപ്പച്ചനും പ്രാദേശിക നേതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.